ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. എല്ലാവർക്കും വൈകുണ്ഠ ഏകാദശി ആശംസകൾ. വൈകുണ്ഠ ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിലേക്കുള്ള സ്വർഗവാതിൽ ഏകാദശി എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ടല്ലേ വൈകുണ്ഠ ഏകാദശി. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വാതിൽ നമുക്ക് തുറന്നു തരികയാണ് ഭഗവാൻ ഇന്നേ ദിവസം, ഈ ഏകാദശി ദിവസം അല്ലേ. അപ്പോൾ വർഷത്തിൽ അങ്ങനെ കുറേ ഏകാദശികളുണ്ട് അല്ലേ. ഗുരുവായൂർ ഏകാദശി, വൈകുണ്ഠ ഏകാദശി, മോക്ഷദ ഏകാദശി, അങ്ങനെ ഒരുപാട് ഏകാദശി ഉണ്ട് വർഷങ്ങളിൽ. അപ്പോൾ ഏകാദശി ഇപ്പോൾ എല്ലാ ഏകാദശികളും എല്ലാവർക്കും എടുക്കാൻ സാധിക്കണം എന്നില്ല അല്ലേ. അപ്പോൾ വർഷത്തിൽ ഒരു ഏകാദശിയെങ്കിലും ചിട്ടയോടുകൂടെ ഏകാദശി എങ്ങനെയാണോ ആചരിക്കേണ്ടത് ആ രീതിയിൽ, ആരോഗ്യപ്രദമായ രീതിയിൽ തന്നെ ഓരോരുത്തരുടെ പേഴ്സണലി ഇപ്പോൾ വയസ്സായവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണോ ചെയ്യാൻ സാധിക്കുന്നത്, ഇനി യുവത്വം നിറഞ്ഞവർക്ക് എങ്ങനെയാണോ ചെയ്യാൻ സാധിക്കുന്നത്, കൃത്യമായ രീതിയിൽ എങ്ങനെയാണോ ചെയ്യാൻ സാധിക്കുന്നത് അതേ രീതിയിൽ ചെയ്യണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കൃത്യമായി ഏകാദശി നോൽക്കണം കേട്ടോ. അപ്പോൾ ഈ വൈകുണ്ഠ ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ്, ഈ ഏകാദശി ദേവി ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. ഏകാദശികളിൽ പരമപവിത്രമായ സ്ഥാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി ആഘോഷിക്കുന്നത്. കൃഷ്ണൻ സഹപാഠിയായിരുന്ന കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗവാതിൽ അഥവാ വൈകുണ്ഠ ഏകാദശി എന്നാണ് ഐതിഹ്യം. പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി ഒരു ദേവിയാണ്. ഈ ദേവി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജംഘൻ. അദ്ദേഹത്തിൻ്റെ മകൻ മുരൻ. ഇരുവരും ചന്ദ്രാവതിപുരിയിലായിരുന്നു താമസം. അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാവട്ടെ അവരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അയച്ചു. ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു. അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു. ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. വിഷ്ണുവിന് സന്തോഷമായി. എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണമെന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു. വിഷ്ണു അത് സമ്മതിച്ചു. അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത്. വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ട് വിഷ്ണുവിന് മുരാരി എന്ന പേരും ഉണ്ടായി. ഗുരുവായൂരിൽ സ്വർഗവാതിൽ ഏകാദശി വളരെ വിപുലമായും ഭക്തി നിർഭരമായുമാണ് അനുഷ്ഠിക്കുന്നത്. സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കി പ്രത്യേക പൂജകൾ നടക്കും. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ശീവേലിയിൽ ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യും. ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് സ്വർഗത്തിലെത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇനി വ്രതാനുഷ്ഠാനം. ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കണം. അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കുക. എണ്ണ തേച്ച് കുളിക്കരുത്. പകലുറക്കം പാടില്ല. പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക. അന്നു മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമം. കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക. ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം രാവിലെ മലരും തുളസി ഇലയും ഇട്ട തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഇതിന് പാരണ വീടുക എന്ന് പറയും. പാരണ ചെയ്യുമ്പോൾ താഴെ പറയുന്ന പ്രാർത്ഥനയോടെ വേണം ചെയ്യാൻ. ഭോക്ഷ്യേഹും പുണ്ഡരീകാക്ഷ ശരണം മേ ഭവാച്യുത.
അർത്ഥം: അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ ചെയ്യുവാൻ പോകുന്നു. അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണേ. വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുമുണ്ട്. വിഷ്ണു പ്രീതിയിലൂടെ സായുജ്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. എല്ലാവരെയും ഭഗവാൻ നാരായണൻ അനുഗ്രഹിക്കട്ടെ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ ഞാൻ പറഞ്ഞു തന്നതിപ്പോൾ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു കേട്ടോ. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് മറക്കരുത്. ഏകാദശി, വർഷത്തിൽ ഒരുപാട് ഏകാദശികളുണ്ട്. ഒരു ഏകാദശി എങ്കിലും കൃത്യമായി നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഏകാദശികളും എടുക്കാൻ സാധിക്കുന്നവർ എല്ലാ ഏകാദശിയും എടുക്കുക. അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ ആരും മറക്കരുത്. ഞാൻ പറഞ്ഞെന്ന കാര്യമൊന്നും എല്ലാവരുടെയും ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, ജയ ശ്രീ, രാധേ രാധേ.